ഇന്നത്തെ വീഡിയോ 3 ഭാഗങ്ങളായിട്ടായിരിക്കും ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ഇഷ്യൂ വരുന്നതാണ്. നമുക്ക് നാളത്തേക്ക് സമർപ്പിക്കാൻ എന്നാലേ പറ്റത്തുള്ളൂ. ദിവ്യൌഷധ ഫലത്തിലെ ദോഷമാകുന്ന എഴുന്നേറ്റത് എല്ലാവരും ഒന്ന് വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗവും മേഘനാഥവധം, രാവണ വിലാപം, രാവണൻ്റെ ഹോമവിഘ്നം, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓം ഗം ഗണപതേ നമാം. ഓം ഗും ഗുരുഭ്യോ നമാം. ഓം സീതാലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമി നമാം. മുന്നമിരുന്നവണ്ണൻ തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാകിലെങ്ങനെ രാത്രിൻ ചെറുബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കൊന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു. പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ പാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. രാഘവന്മാരും മഹാകവി വീരരും ശോകമകങ്ങു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനേനും അങ്കതേനും തഥാം. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതെരേം. കൂപതടാകങ്ങൾ ദുർഗ കിടങ്ങുകൾ പൂപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരത്തുള്ളവരിന്നുമുണ്ടെങ്കിലും ബന്ധു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാറും. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസിസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതും. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കുകയും ഗോത്രാരിജിത്തും ജയിച്ചതും ഇത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും. രാത്രിഞ്ചരന്മ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർധ്യാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പുണ്ടരുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതും. ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനെന്താനും പ്രജങ്കനും എത്രയും. പൻപുള്ള യുവാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കലർന്നടുത്താർ കവി വീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും കിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലി അടുക്കുകയും. വാനര രാക്ഷസന്മാർ പൊരുതാരാഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപൂടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റങ്ങകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ട രാജംബാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും. യുവാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ. കൗണവന്മാമൂവരോടും പൊരുതദീക്ഷീണനായി വന്നിതു ബാലിതനേനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാം പ്രജങ്കനെ താരയിനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും അധാം. മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനം.
നക്തൻ ചെരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിന വമ്പര വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനെന്തേരില മാറുചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാ കുംഭങ്കാരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ച് സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഹവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാഥൻ ചെയ്തെടുത്താൻ അതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രജെറുത്താ നികുംബനെ തൽക്ഷണേം. മാരുതി മാറിലടിച്ചാൻ നികുംബനും പാരിൽ നുറുങ്ങി വീണുതൽ പരിഹവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായോരോ ജഗൽ പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്ന് ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചൂരുതം തങ്കിട്ടു ജംബാരി വൈരിയും വിധി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജന മകരാക്ഷനോടന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിരുകെന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമൊടുത്തു രണാങ്കണീം. പന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്യകയിലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം തരികെന്നു രാമാന്തികയും. നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നൊപ്പം ഇതാ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും. തേരും പൊടി പിടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനിത്തതാം. പാവകാസ്ത്രം കൊണ്ടു കണ്ടവൻ ഛേദിച്ച് ദേവകൾ കാപത്തുമൊട്ടു തീർത്തിടിനാൻ. രാവണീതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുദാശോ പുറത്താക്കിയും. രാവണനോടറിയിച്ചാനതു കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഇരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം പൊക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരജിത്തും പുറപ്പെട്ടു പോരിനായും. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്ന് കാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും. അസ്ത്രങ്ങളേതുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കോ പൊറുക്കണമിങ്ങനെയും. ബ്രഹ്മാശ്രമെയ്തു നിശാചരന്മാർ കുലമുൽമൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാം രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയുധനത്തിങ്കിലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതമഹാസ്ത്രം പ്രയോഗിക്കരുതിടോ. പാതകമുണ്ടാമതല്ലാകിലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ച് കൽപ്പിച്ച് ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലന നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ച് മാരുതിദാനം പരവശനായതും. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോരമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ട് മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരം എന്തുള്ളതീശ്വരാം. നാം ഇനി വാങ്ങുക സീതാവധം മമം
സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെയും ശഹാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുത നന്ദനൻ ചെല്ലുന്നത് കണ്ടു രാഘവനെന്തതാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു? പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ എങ്ങു ചെന്നിടുക സത്വരൻ ലോകേശ നന്ദന പാർക്കരുതേതുമീം. ഇത്തമകന്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമീം. ഭൂമിയിൽ വീണു മോഹിച്ചൊരു കൂത്തമൻ സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും ഉത്സംഗസീമിനി ചേർത്താലതു കണ്ട് നിസഞ്ചരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജന്തം ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോം. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാം. മായാനിപുണനമേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുമ്പിലയിൽ ചെന്നു പുക്കുഴൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടൊരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണം അല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമി ജയ ജയാം മനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കാതെയാനിധേം. ലക്ഷ്മണേനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കിണങ്ങെന്നു വിഭീഷണൻ. ചൊന്നതു കേട്ടള വാലസ്യവൻ തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നീരത്തുഹൃദാർത്ഥന ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളന്നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശൂരൻ വൃഷഭൻ ശരവൻ വിനതനും വീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ പാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശേതന്തിമുഖൻ അഗ്നിമുഖൻ ഗജൻ വിദുരന്തു മൃംഗവേയങ്കവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു ദികുമ്പില പൊക്കും നിറഞ്ഞിതു. നക്തൻ ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണിയും. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമീറും കൊണ്ടു വീണു തുടങ്ങിനാൻ. അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനിയും പറ്റലേറെ ചിറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലിൻ ശരങ്ങളെങ്കിൽ പൊടിയെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുമ്പിളിയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമങ്ങിവേനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുത നന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയം അടുത്തിരിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങൾ എയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരിൽ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്ന ദശാനന പുത്രനും
രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെയും നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവും. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാ നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതോ അത്ഭുതം എന്നതോ കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവേനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളല്ലാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണങ്ങേകുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ. വൃത്രാരിജിത്തൻ ശരസഹസ്രേണ സൗമിത്രികവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിരു നക്തം ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനൻ. പിന്നെ 3 പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റങ്ങടുത്തു ബാണങ്ങൾ തൂകിടിനാൻ. സത്വരല്ലങ്കയിൽ പൊക്കുതീരും പൊട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റു വേറെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ച് രാഘവൻ തൻ പദം പോരുകം മാനസീം. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പൊക്കൂസരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടല്ലാമയന്തിർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥ ഗോത്രാരിദാനം പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനധരന്മാരും തുന്തുഭീനാദവും ഘോഷിച്ചിതേറ്റങ്ങാനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. കാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ഉടമൂതം മുഖം നീടിനാൻ മൂർധിനിം. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം
രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനൻ. ഹഹ കുമാര മണ്ഡോദരി നന്ദനം ഹഹ സുകുമാര വീര മനോഹരം മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ ദുഃഖമിതെന്നു മറക്കുന്നതുള്ളി ഞാൻ. പിന്നവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായതും നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വരം. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തിൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖം അടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഒങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാൻ രാവണൻ. സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു ഭീതയായി എത്രയും വേപതുഗാത്രിയായും ഹരാമരാമരാമീതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേം. ബുദ്ധിമാനായ സുവർശൻ യജ്ഞനേനത്യുത്തമൻ ഗർഭുര സക്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദിന പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതെന്തവ ദുഷ്കീർത്തി വർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോ മയാ സാർദംബിരപോടു പോരുക പോരിരായും മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസ താപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുവർശൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായും ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിരു പോരിനായും ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ. രാമനും മന്നവൻ തന്നോടെതിർത്തു രാവണൻ നിന്നു പോർ ചെയ്താൽ അഭേദമായി നിർഭയം. പിന്നേറെ കുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവതേരനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയ മർക്കട വീരരും അർക്കാനയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേകാകിയായതും ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോം. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ
ചെന്നിരുന്ന സുനീ ഹോമം തുടങ്ങുക, വന്നുകൂടും ജയങ്ങെന്നാൽ നിനക്കിടും. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണീര ചാപാശ്വരധാദികൾ വാനവേരാലോമ ജയ്യന പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു എന്നോടു സാദരം. അന്തരമെന്നെയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാധികോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ച് മൗനബന്ധീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാം. ഹോമം കഴിഞ്ഞുകൂടിയിടുകയിലെന്നുമീ നാം അവനോടു തോറ്റിടും മഹാരണീം. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കവികുലവീരരേം. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവീം 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങ് രാവണ മന്ദിരം പൊക്കു പുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരൊരുമിച്ചനാകുലം ഭരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാസരമനിജകര സഞ്ജയ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹദ്വാര ബന്ധന പാഷാണമാമയഹീനം പൊടിപിടുത്തങ്കതൻ തത്ര ഗുഹയിലകം ബുക്ക നേരത്ത് ഭക്തൻ ചരേന്ദ്രനെ കാണായിതന്തികയും. മറ്റുള്ളവർകളും അംഗദാനുജ്ഞിയ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയും കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ച് ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം ഭാവനി ശീക്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ. അത് കൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതെങ്കിലക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാം. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനൻ. വിശ്രസനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വരം, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ട് പാരിലിടയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജലമതേം. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതങ്കിനി എന്തോന്നു ദുർമതേം. ജീവിതാസാദേ ബലിയസി മാനസേം ഹാവിധി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമങ്ങേവനും. നാണവും ഭക്തിയും വെണ്ടിലിവെന്നുതൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം. അംഗതൻ തന്നോടടുത്താൻ അതു കണ്ടു തുങ്ക ശരീരികളായ കവികളും. രാത്രിഞ്ചരേശ്വര ഭഗ്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേതരിക്ക് ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേയും
കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനൻ ശോകം അറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയ ക്രോധ ലോഭമോഹ സ്പൃഹാരാഗ ഹർഷാദി ജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും. അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപൻ ആത്മാപരൻ അദ്വയേനാനന്ദപൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേം. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകങ്ങേറ്റ് കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേം. പാവകന്തങ്ങൾ പതിച്ചു മരിക്കു നീ ഭാവനയോടുമെന്നാഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനറുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വതമനുതൻ നിരീക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായും ക്ഷീരസമുദ്രമതേനകാലേ പുരഘോരമാമന്തരം വൃഷ്ടി ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെയും യുദ്ധേ വധിപ്പതിന്നാജമദഗ്നിതൻ പുത്രനായ രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമനിവൻ തന്നെയും മാർത്താണ്ഡവം ചെയ്ത് ശരഥപുത്രനാദാത്രിസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പ മനുഷ്യനാഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെയും വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാം. നിർലജ്ജനാകയാൽ മൂഢാജളപ്രഭോം വൈദേഹിയെ കൊടുത്തിടുക. രാമന് സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായും. മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെയും. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലെടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ.